ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കുറേ ആയില്ലേ ഡേ ഇൻ മൈ ലൈഫൊക്കെ കണ്ടിട്ട്, കല്യാണ വിശേഷങ്ങൾ കണ്ട് നിങ്ങൾക്ക് മടുത്തിണ്ടാവില്ലേ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കേട്ടോ പിന്നെ ഞാൻ വീഡിയോസൊക്കെ എടുക്കൽ തുടങ്ങി. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒന്ന് സൈഡായി, അതുണ്ടാവുമല്ലോ, കാരണം കുറേ ദിവസമായാലും ഒട്ടപ്പാച്ചിലും ഒക്കെ ആയിട്ട്. അപ്പോൾ ആമി ഇവിടെ ഇല്ല കേട്ടോ, ഓൾക്ക് പനി പിടിച്ചിട്ട് എല്ലാവരും സൈഡായി. ഓളമ്മക്കും വാപ്പക്കൊക്കെ പനി ഉണ്ടായിന്, അങ്ങനെ എല്ലാവർക്കും കിട്ടിട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ്. അത് കഴിഞ്ഞൊരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ബീച്ചിലൊന്ന് പോയിന്, കോഴിക്കോട് ബീച്ചിൽ. ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോക്ക് പോകുമ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യൂലേ, അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്ന് സബ്സ്ക്രൈബും ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ വീഡിയോസൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോട്ട് പോകാം അല്ലേ. കുറേ വിശേഷങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് എന്നോട് തന്നെ വിട്ടുപോയിട്ടോ. കാരണം വോയിസ് കൊടുക്കുമ്പോൾ അപ്പം അന്ന് എന്തെങ്കിലും സൗണ്ട് ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ബേക്കിൽ നിന്ന് തന്നെയാണ് ഈ വോയിസും കൊടുത്ത്. അതുകൊണ്ട് തന്നെ ലിപ്പിൻ്റെ മൂവ്മെൻറ്റിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇതാ രാവിലെ തന്നെ മുത്ത് ഫോണും കണ്ടിരിക്കുകയാണ് കേട്ടോ. മീന എണീറ്റിട്ടില്ല, മീന സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ നല്ല ഉറക്കമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഓളെ വിളിച്ചുണർത്തിയും ചായയൊക്കെ കൊടുക്കണം. ഇപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ മൂടി പൊതിച്ച് കിടന്നുറങ്ങാൻ നല്ല സുഖമാണല്ലോ. അങ്ങനെ ഓളം ഉണർത്തി ഇട്ടിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലേക്കൊന്ന് പോയി നോക്കട്ടെ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ ചായയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ആക്കി വെച്ചതായിരുന്നു. ഇന്ന് പത്തിരിയും ഉണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല കപ്പയും ഉണ്ട്. കപ്പയും ബീഫുമാണ് ഇന്നത്തെ നമ്മളത്. അപ്പോൾ ഞായറാഴ്ച എല്ലാ ദിവസങ്ങളിലും ഇവിടെ കപ്പ തന്നെയാണ് കൂടുതലും ഉണ്ടാവൽ കേട്ടോ. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. അങ്ങനെ ഇതാ ബീഫും പിന്നെ കപ്പയൊക്കെ ആയി ഞങ്ങളത് കഴിക്കാൻ പോവാണ് കേട്ടോ. ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ചോറും എടുത്തുക്കണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ചോറും പൂളയാണ് എൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞ് മക്കൾക്കൊക്കെ കൊടുത്തതിന് ശേഷം ഞാനൊന്ന് അലക്കാൻ ഇറങ്ങി. വാഷിംഗ് മെഷീനിൽ ചില സമയത്തിടും, നല്ല ഡ്രസ്സൊക്കെ ആണ്. അങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റാത്തതൊക്കെ ഉണ്ടെങ്കിൽ കല്ലിൽ അലക്കലാണ് കേട്ടോ ഞാൻ. അപ്പോൾ കുറച്ചുണ്ടായിരുന്നു അലക്കാൻ, അതൊക്കെ ഒന്ന് അലക്കി ഇടാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ കല്യാണത്തിന് അന്ന് പന്തലിട്ടപ്പോൾ നമ്മളെ മുറ്റത്തുള്ള ചിക്കൂൻ്റെ മരം ഉണ്ടല്ലോ, സപ്പോട്ട പറയും, സപ്പോട്ട ഒരുപാട് അതിൻ്റെ കൊമ്പ് വെട്ടിയപ്പോൾ ഒരുപാട് ഇങ്ങനെ വീണീന് കേട്ടോ. ആ കൊമ്പ് എടുത്ത് ഇങ്ങനെ പപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ അതിൽ കുറച്ചെണ്ണം പഴുത്ത് വന്നിട്ടുണ്ടായിന്. അങ്ങനെ ഒരു 3 എണ്ണം ഞാൻ എടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ നമ്മളെ കിച്ചണൊക്കെ ഇനി വൃത്തിയാക്കാനുണ്ട്, മുറ്റടിക്കാനുണ്ട്, അകം, അങ്ങനെ ഒരുപാട് പണികളുണ്ട് കേട്ടോ. അതൊക്കെ ഓരോന്നായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അതൊന്നും പിന്നെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിയില്ല. കുറേ വീഡിയോസൊക്കെ എടുക്കാനുണ്ട്, പക്ഷെ ഒക്കെ മിസ്സിങ് ആയിപ്പോയി കേട്ടോ. കാരണം കല്യാണം കഴിഞ്ഞിട്ട് സൽക്കാര വീഡിയോ അതൊക്കെ ഉണ്ടായിന് എടുക്കാൻ, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. എടുക്കണമെന്നൊക്കെ വിചാരിക്കും, അപ്പോഴേക്ക് എന്തെങ്കിലും മടി പിടിച്ച് മൂലയിലിരിക്കും കേട്ടോ. പിന്നെന്താ, അവർക്ക് സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഫോണ്, TV ഇതൊക്കെ തന്നെയാണ്. മഴ ആയതുകൊണ്ട് പുറത്തയക്കാനും പേടിയാണല്ലോ, വെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഉള്ളിൽ തന്നെ നിർത്തലാണ് കേട്ടോ. പിന്നെ ഉച്ചക്കലേക്കുള്ള നമ്മളെ ലഞ്ചിന്ന് നല്ല മീൻ പൊരിച്ചതുണ്ട്, മീൻ കറിയുണ്ട്. പിന്നെ ഇപ്പം എന്തോന്നുകൂടി വെച്ചിടണല്ലോ ഉമ്മ, ഉപ്പേരി എന്തോന്നുണ്ട് കേട്ടോ. എനിക്ക് മനസ്സിലായില്ല, ഞാൻ എടുത്ത് വെച്ച വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്കത്ര കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്തേനി അന്ന് വെച്ച് എന്നുള്ളത്. ഇനി തേങ്ങ അരച്ച എന്തോ കറിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തേങ്ങ ആണല്ലോ ഉമ്മൻ്റെ കയ്യിലുള്ളതല്ലേ, വറക്കുന്നുണ്ടല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു വറുത്തരച്ച തേങ്ങക്കറി എന്തോ പച്ചക്കറിക്കറിയാണ് വെക്കുന്നത് തോന്നുന്നു. അങ്ങനെ ഞാൻ ഒന്ന് പുറത്തിറങ്ങി നോക്കുമ്പോണ്ട് ആമിയും അനിയനും കൂടി പോവുകയാണ് കേട്ടോ. പനിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ കാണിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ അവർ പോയി. ഞാൻ പിന്നെ എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീർത്ത് ഞാൻ വേഗം കുളിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് മക്കൾക്കൊക്കെ അതിൻ്റെ അടുക്ക് കൊടുത്ത്, അതായത് മുത്തിനും മിനക്കൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ പിന്നെ ഞാനിങ്ങനെ എന്തെങ്കിലും കാണിച്ച് കാക്ക പൂച്ച പറഞ്ഞ് കൊണ്ട് നടന്ന് തീറ്റിക്കണം കേട്ടോ. വലിയൊരു ടാസ്ക്കാണ് ഈ ഭക്ഷണം കൊടുക്കാൻ. ഇഷ്ടപ്പെട്ടതാണെങ്കിൽ രാവിലത്തെ ഫുഡൊക്കെ പിന്നെ ഓൾറെഡി അവൾ കഴിച്ചോളൂ കേട്ടോ. പത്തിരി, ചപ്പാത്തി അങ്ങനെയൊക്കെ ഇങ്ങനെ നമ്മൾ മുറിച്ചിട്ട് കൊടുത്താൽ അങ്ങനെ അങ്ങ് കഴിക്കും. പക്ഷേ ചോറ് തിന്നുകയാണെങ്കിൽ 2 മണിക്കൂറൊക്കെ കഴിയും. അപ്പോൾ ഞാൻ വിചാരിക്കും വേഗം വായലങ്ങ് ഇട്ട് കൊടുക്കാം, വേഗം പണി കഴിയല്ലോ. അങ്ങനെ ഞാൻ ഓളെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടോ. അപ്പോഴേക്ക് മീൻ എന്നിട്ടും കഴിച്ച് കഴിഞ്ഞില്ല. ഞാൻ പിന്നെ ചോറൊക്കെ കഴിച്ച് മീൻ ആക്കും പോലെ കേട്ടോ
ഇരുന്ന് തിന്നുന്ന് ഒന്ന് വേഗം തിന്ന് തീരൂല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വേഗം ഒന്ന് വാരി കൊടുക്കൽ. അങ്ങനെ ചോറ് തീറ്റയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല അടിപൊളി ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റതാണ് കേട്ടോ. പിന്നെ കാക്ക ഈ ഒരു സമയത്താണ് വിളിക്കുക, ഒരു 3:30-4 മണിയൊക്കെ ആവും വിളിക്കാൻ. അപ്പോൾ ആ സമയത്ത് ആകുമ്പോഴേക്ക് ഉറങ്ങി എണീക്കണം എനിക്ക്. അപ്പോൾ ഞാൻ നേരത്തെ ഉറങ്ങി, ഞാൻ കുറച്ച് ഉറങ്ങും കേട്ടോ. പിന്നെ 4:30-5 മണിയൊക്കെ ആയിട്ട് എണീക്കൽ, അതായത് തണുപ്പൂടെ ആയതുകൊണ്ട് നല്ല സുഖമാണല്ലോ ഉറങ്ങാൻ. അങ്ങനെ പിന്നെ നോക്കുമ്പോൾ നല്ല അടിപൊളി മഴയൊക്കെ പെയ്തിട്ടുണ്ടായിന്. അങ്ങനെ ഞാൻ വിചാരിച്ചൊരു ചായ ഇട്ട് കളയാമെന്ന്. അങ്ങനെ ഞാൻ ചായ എടുത്ത് കുടിക്കുകയാണ് കേട്ടോ. ആമിയും അനിയനും ഇവിടെ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചായ കുടിക്കുന്നത്. പിന്നെ ഉമ്മയും ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ മക്കളൊന്നും ചായ അങ്ങനെ കുടിക്കൂല കേട്ടോ. ഒരു ചായയും കൂടി, അതായത് കട്ടൻ ചായ, പാൽ ചായ ഒന്നും കുടിക്കൂല. ഓൾക്ക് എന്തെങ്കിലും സ്നാക്സ് കിട്ടിയാലോ അത് കഴിക്കും അങ്ങനെ. പിന്നെ ആമിയും അനിയനൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി കേട്ടോ. കാക്ക എല്ലാവരും കൂടി ഇങ്ങനെ നിന്നപ്പോൾ ഒന്ന് ബീച്ച് വരെ പോയി വരാറിന്. അങ്ങനെ മക്കളൊക്കെ കൂട്ടി അങ്ങനെ പോയതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിലിറങ്ങി സ്ഥിരം പരിപാടി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കുക. പള്ളൊക്കെ പറ്റൂല, അതൊരു പ്രശ്നമേ ഉള്ളൂ കേട്ടോ. എനിക്ക് പേടിയാണ് അവിടുത്തെ ഫുഡ് കഴിക്കാൻ. ഒരു വട്ടം പണി കിട്ടിയതുകൊണ്ട് പേടിയാണ് ഇങ്ങനെ വാങ്ങി കഴിക്കാനൊക്കെ. ദോയയും മീനയും മുത്തൊക്കെ നന്നായിട്ട് ഉപ്പിലിട്ടതൊക്കെ വാരി തിന്നുന്നുണ്ട് കേട്ടോ. ഞാൻ പറയാം അതിനോലോട് ഇങ്ങനെ കഴിക്കല്ലേന്ന്. പേടിയാണ്, എന്തൊക്കെയോ ഫുഡ് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാർത്തയിൽ കാര്യമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീച്ചിലെ ഫുഡിൽ ഇൻഫെക്ഷൻ ഉണ്ട് എങ്ങനെയാണെന്നൊക്കെ, എന്തെന്നാണെന്നറിയില്ല. അങ്ങനെ ഏതായാലും ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലേക്ക് അങ്ങ് പോയിട്ടോ. അങ്ങനെ രാത്രിയത്തെ ഫുഡ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു മുക്കത്തുള്ളൊരു റെസ്റ്റോറൻറ്റ് വെച്ചിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ ഓർഡർ ആക്കി. എല്ലാവരും വെയിറ്റിങ്ങിലാണ്, എല്ലാവരും സൈഡ് അയക്കണം കേട്ടോ. ഉമ്മയൊക്കെ സൈഡ് ആയിന്, കാരണം കല്യാണത്തിൻ്റെ ക്ഷീണം, പിന്നെ പനി, ചുമ, അങ്ങനെ ഓരോ അസുഖങ്ങൾ. അങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മളെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് വയറ് നിറച്ച് കഴിച്ചു. ഞങ്ങളിനി തിരിച്ച് വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. പിന്നെ വാപ്പാനെല്ലാവരും അന്വേഷിക്കലുണ്ട് കേട്ടോ, വാപ്പ എന്താ കൂടെ പോരാത്തതെന്ന് കുറേ ആൾക്കാർ ചോദിക്കലുണ്ടേനും. വാപ്പയ്ക്ക് ഇങ്ങനെ ഔട്ടിങ്, പുറത്ത് പോവുക, അവിടുന്ന് ഭക്ഷണം കഴിക്കുക, അതൊന്നിനോടൊന്നും തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ. ഞങ്ങൾ തന്നെ കഴിക്കുമ്പോൾ ഞങ്ങൾ നല്ലോണം വഴക്ക് അറിയലുണ്ട്. പിന്നെ വാപ്പാക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ പോരും കേട്ടോ. അതും നല്ലോണം നമ്മൾ പ്രഷർ ചെയ്യണം, പോര് പറഞ്ഞിട്ട്. പിന്നെ വാപ്പാൻ്റെ കച്ചവടം ഒഴിവാക്കിയിട്ടൊന്നും വാപ്പ പോരില്ല, അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.